സാഹസിക പ്രവർത്തനത്തിലൂടെ ശ്രദ്ധേയനായ കരിമ്പ ഷമീർ അന്തരിച്ചു. അസാധാരണമായ ജീവിതമായിരുന്നു ഇദ്ദേഹത്തിൻ്റെത്. ഏതും ഉയരമുള്ള മരവും ചെങ്കുത്തായ മലകളുമെല്ലാം ഈ സാഹസികന്റെ മുന്നിൽ കീഴടങ്ങിയിട്ടുണ്ട്. മലയാളികൾക്ക് എന്നും രക്ഷകനായി എത്തിയ വ്യക്തി. എന്ത് അപകടമാണേലും നാട് മുഴുവൻ രക്ഷാപ്രവർത്തനത്തിനായി ആദ്യം പറയുന്ന പേര് ഷമീറിൻ്റെതായിരിക്കും. ജനങ്ങൾക്ക് ഇയാൾ ജീവൻ രക്ഷിക്കുന്ന രക്ഷകനും നായകനുമായിരുന്നു. കുമ്പാച്ചി മലയിൽ കുടുങ്ങിയ ബാബുവിനെ രക്ഷിക്കാൻ സൈന്യത്തോടൊപ്പം പ്രവർത്തിച്ചതടക്കം പാലക്കാടും പരിസര പ്രദേശങ്ങളിലുമുള്ള അപകടകരമായ നിരവധി രക്ഷാപ്രവർത്തനങ്ങളിൽ ഷമീർ പങ്കാളിയായിരുന്നു. കേരളക്കരയെ പിടിച്ചുകുലുക്കിയ പ്രളയവും കോവിഡും വന്നപ്പോൾ മനുഷ്യനും പക്ഷി മൃഗാദികൾക്കും വരെ രക്ഷകനായി എത്തി. തൻ്റെ ജീപ്പിനെ ആംബുലൻസ് ആക്കിയും രക്ഷാപ്രവർത്തനത്തിന് വേണ്ട ഉപകരണങ്ങൾ സ്വയം നിർമ്മിച്ചും അയാൾ അവിടെ മുൻപന്തിയിലുണ്ടാകും. ഇദ്ദേഹത്തിൻ്റെ ഓരോ സാഹസിക പ്രവൃത്തിയും നിരവധി പേരുടെ കണ്ണീരൊപ്പുന്നതായിരുന്നു. ഒടുവിൽ എല്ലാവരെയും കണ്ണീരിലാഴ്ത്തി അദ്ദേഹം വിട പറഞ്ഞു. ഷമീറിന്റെ അവസാന യാത്രയും സാഹസികമായിരുന്നു. ശാരീരിക അസ്വസ്ഥ്യം അനുഭവപ്പെട്ടപ്പോഴും സ്വയം വണ്ടി ഓടിച്ച് ആശുപത്രിയിലെത്തുകയായിരുന്നു. ഇനി ഓടിയെത്താൻ കരിമ്പ ഷമീർ എന്ന രക്ഷാപ്രവർത്തകനില്ല. ഒരിക്കലും മലയാളികൾക്ക് മറക്കാൻ കഴിയില്ല ഈ നായകനെ. You are watching India's first NGO television, Malanadu TV India.